യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി വെബ് സീരീസുകളും സിനിമകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. 2019 കേരള മനസാക്ഷിയെ നടുക്കിയ കൂടത്തായി കേസിന് കേരളക്കര സാക്ഷ്യം വഹിച്ചിരുന്നു. 14 വർഷങ്ങൾ അതിനിടെ നടന്നത് സ്വാഭാവികം എന്ന് തോന്നുന്ന 6 കൊലപാതകങ്ങൾ. തന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള 6 പേരെയാണ് ജോളി ജോസഫ് സയനൈഡ് നൽകി കൊലപ്പെടുത്തിയത്. ആ സംഭവത്തെ ആസ്പദമാക്കി ജിയോ ഹോട്ട്സ്റ്റാറിൽ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അണലി എന്ന ഒരു വെബ് സീരീസ് വരാൻ പോകുന്നു. പക്ഷേ സീരീസിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നാരോപിക്കുന്ന ജോളി ജോസഫ്. എത്ര ക്രൂരയായ ഒരു സ്ത്രീയാണ് ജോളി എന്നറിയണമെങ്കിൽ അവർ കൊലപ്പെടുത്തിയ അവരുടെ കുടുംബാംഗങ്ങളെ അറിഞ്ഞാൽ മതിയാകും. 68 വയസ്സ് പ്രായമുള്ള ഒരാൾ മുതൽ വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉൾപ്പെടെയാണ് ജോളി കൊലപ്പെടുത്തിയത്. 2002 ആദ്യ മരണം നടക്കുന്നത്. പ്രതിയുടെ ഭർത്തൃമാതാവായ അന്നമ്മ തോമസ് ആണ് അന്ന് മരിച്ചത്. 2008 അന്നമ്മയുടെ ഭർത്താവും ജോളിയുടെ ഭർത്തൃപിതാവായ ടോം തോമസ് ബോധരഹിതനായി കുഴഞ്ഞു വീണു മരിച്ചു. ഈ 2 സന്ദർഭങ്ങളിലും ജോളി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം. 2011 ജോളിയുടെ അന്നത്തെ ഭർത്താവ് റോയ് തോമസിനെ അത്താഴം കഴിച്ചതിനു ശേഷം അകത്തു നിന്നും പൂട്ടിയിട്ടിരുന്ന കുളിമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയതായും പറയപ്പെടുന്നു. 2014 അന്നമ്മയുടെ സഹോദരനായ മാത്യു മരണപ്പെട്ടു. 2014 തന്നെ റോയുടെ ബന്ധുവായ ഷാജുവിന്റെ 2 വയസ്സുള്ള മകൾ ആൽഫിൻ ഷാജുവും 2016 ഷാജുവിന്റെ ഭാര്യ സിലി ഷാജുവും മരണപ്പെട്ടു. 2019 47 വയസ്സുള്ള ജോളി അറസ്റ്റിലാകുമ്പോൾ താൻ വിവാഹം കഴിച്ച കുടുംബത്തിലെ 6 അംഗങ്ങളെ കൊലപ്പെടുത്തിയ കേസിലാണ് സംശയാസ്പദമായി ജോളി ജോസഫിനെ അറസ്റ്റ് ചെയ്തത്. റോയ് തോമസിന്റെ സഹോദരി റെഞ്ചി തോമസ് ആണ് 6 അസ്വാഭാവിക മരണങ്ങളെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയത്. ആ അന്വേഷണമാണ് ജോളി ജോസഫിലേക്ക് നയിച്ചത്. 2019 ഒക്ടോബറിൽ അറസ്റ്റിലായതിനെ തുടർന്ന് തന്റെ കുടുംബത്തിലെ 6 പേരെയും കൊലപ്പെടുത്താൻ സൈനൈഡ് ഉപയോഗിച്ചതായി ജോളി സമ്മതിച്ചതായി പറയപ്പെടുന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് മിഥുൻ മാനുവൽ തോമസ് അണലി എന്ന വെബ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഈ സീരീസിന്റെ റിലീസ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ജോളി ജോസഫ് കോടതിയെ സമീപിച്ചിരുന്നു. തന്റെ കേസിനെ ആസ്പദമാക്കി ഒരുക്കിയ വെബ് സീരീസ് ആണ് അണലി എന്നും അത് തന്റെ വിചാരണയെ ബാധിക്കും എന്നും പറഞ്ഞായിരുന്നു ജോളി കോടതിയെ സമീപിച്ചത്. എന്നാൽ സീരീസ് പ്രദർശിപ്പിക്കുന്നതിന് വിലക്കില്ലെന്ന് പറഞ്ഞ കോടതി നിർമ്മാതാക്കളായ ജിയോ ഹോട്ട്സ്റ്റാറിനും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിനും നോട്ടീസ് അയച്ചു. ജോളി ജോസഫിന്റെ ആരോപണങ്ങളിൽ അണലി ടീം എന്തു മറുപടി പറയും എന്നറിയാനാണ് കോടതി നോട്ടീസ് നൽകിയത്. ജസ്റ്റിസ് VJ അരുൺ ആണ് ഹർജി പരിഗണിച്ചത്. കൂടത്തായി കേസുമായി സാമ്യം മാത്രമാണ് സീരീസിനുള്ളതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കൃത്യത്തെ ആസ്പദമാക്കി സീരീസോ സിനിമയോ വരുന്നതിൽ എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചു. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ കുറിപ്പ് അടക്കമുള്ള സിനിമകളും ഹൈക്കോടതി പരാമർശിക്കുകയുണ്ടായി. 2026 ജനുവരി 15 കേസ് പരിഗണിക്കും. ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന സീരീസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ലിയോണ ലിയോഷ് ആണ്. ലിയോണയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം കൂടിയാകുമിത്. നിഖില വിമലും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കേരള മനസാക്ഷിയെ നടുക്കിയ ഇത്തരമൊരു സംഭവത്തെ ആസ്പദമാക്കിയെത്തുന്ന സീരീസ് പ്രേക്ഷകർ എങ്ങനെയാകും സ്വീകരിക്കുക എന്നത് കണ്ടറിയാം.